ഹലോ ഓൾ. അപ്പോൾ നമ്മൾ ഹെറിഡിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ ഭയങ്കര വലിയൊരു ചാപ്റ്റർ ആയിരുന്നു. പക്ഷെ അതിനെ ആ ഒരു എവല്യൂഷൻ എന്ന് പറയുന്ന പോർഷൻ വെട്ടിത്തിരുത്തിയപ്പോൾ വളരെ കുഞ്ഞു ചാപ്റ്റർ ആയിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ആദ്യമായിട്ട് പഠിക്കുമ്പോൾ ഉള്ളൊരു കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരുന്ന ഒരു ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനെ ഞാൻ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേട്ടോ. ഹെറിഡിറ്റി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹെറിഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസിൻ്റെ കയ്യിൽ നിന്ന് ഓഫ് സ്പ്രിങ്ങിലേക്ക് പാസ് ഓൺ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ആണ് അല്ലേ. അതിനാണ് നമ്മൾ എന്ത് പറയുക? ഹെറിഡിറ്റി എന്ന് പറയുക. ആ ഒരു പാസിംഗ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക? ഹെറിഡിറ്റി എന്ന് പറയുക. പക്ഷെ വേരിയേഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു മാറ്റമുണ്ട്. അതായത് ആ പേര് പറഞ്ഞ പോലെ തന്നെ മാറ്റമുണ്ട്. എന്താണ് ഹെറിഡിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ പേരൻസിൽ നിന്ന് നമുക്ക് കിട്ടിയ ആ ഒരു ക്യാരക്ടർ പാസിങ്ങിനാണ് ഹെറിഡിറ്റി എന്ന് പറയുക. പക്ഷെ ചില കാര്യങ്ങൾ നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് അല്ലാതെ നമ്മളെ കയ്യിലുണ്ട് അല്ലേ. നമ്മുടെ ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് നടക്കുന്നതുകൊണ്ട് തന്നെ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസംസിൽ ഈ ഒരു വേരിയേഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ അച്ഛനമ്മേനെ ചായയൊക്കെ നമുക്കുണ്ടെങ്കിലും അവരെ പോലെ തന്നെയാണ് നമ്മളിരിക്കുന്നത് അല്ല. ചെറിയ വ്യതിയാനങ്ങൾ അഥവാ വേരിയേഷൻസ് നമുക്കുണ്ട്. സോ വേരിയേഷൻസ് എന്ന് പറഞ്ഞാൽ ദി ഡിഫറൻസ് ഇൻ ദ ക്യാരക്ടേഴ്സ് ഓർ ട്രേറ്റ്സ് എമംഗ് ദ ഇൻഡിവിജ്വൽസ് ഓഫ് എ സ്പീഷി. ഒരു സ്പീഷീസിൽ വരുന്ന ഇൻഡിവിജ്വൽസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഓരോ ട്രേറ്റിനും ക്യാരക്ടറിനും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് വേരിയേഷൻ. ലിവിംഗ് ബീങ് ഷോ വേരിയേഷൻ ഓഫ് 2 ഡിഫറെന്റ് ലെവൽസ്. ഓക്കെ, സോ നമ്മൾ ഓരോ ജനറേഷൻ കഴിയും തോറും ഈ വേരിയേഷൻസ് എന്താവുന്നുണ്ട്? അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ബാക്ടീരിയനെ വെച്ചിട്ട് നമ്മൾ പഠിച്ചത് അല്ലേ. ഒരു സെക്ഷലി റീപ്രൊഡ്യൂസിങ് ബാക്ടീരിയനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ മദർ അല്ലെങ്കിൽ പേരന്റ് ബാക്ടീരിയ ഇങ്ങനെയാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓരോ ജനറേഷൻ പോകുന്തോറും ബേസിക് ബോഡി പ്ലാൻ ഒക്കെ സെയിം ആയിരിക്കും. പക്ഷെ ഓരോ ജനറേഷനിൽ ഓരോന്നിനും എന്തുണ്ടാവും? വേറെ വേറെ വേരിയേഷൻസ് കിട്ടിയിട്ടുണ്ടാകും. ഓക്കെ, വേറെ വേറെ വേരിയേഷൻസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു ബാക്ടീരിയക്ക് കുട്ടിക്ക് ഇങ്ങനെയാണ് വേരിയേഷൻ കിട്ടിയെന്നുണ്ടെങ്കിൽ വേറെ ഒന്നിന് എങ്ങനെയായിരിക്കും? ഇവിടെ ആയിരിക്കും വേരിയേഷൻ കിട്ടിയത്. അപ്പോൾ ഓരോ ജനറേഷനിലേക്ക് പോകും. ഇനി ഈ ബാക്ടീരിയ അടുത്ത ജനറേഷനിലേക്ക് പോകുമ്പോൾ ഓൾറെഡി കിട്ടിയ ഈ ഒരു വേരിയേഷൻ എന്തായാലും ഉണ്ടാകും. അത് കൂടാതെ ആ ബാക്ടീരിയന്റെ സ്വന്തമായിട്ടുള്ള നെക്സ്റ്റ് വേരിയേഷൻ കൂടി ഉണ്ടാവും. സോ ദാറ്റ് ഈസ് അക്യുമുലേഷൻ ഓഫ് വേരിയേഷൻ. ഇൻ അസെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് വേരിയേഷൻസ് ആർ വെരി ലിറ്റിൽ അല്ലേ. നമുക്കറിയാം ബാക്ടീരിയ ഒക്കെ ബൈനറി ഫിഷൻ ആയതുകൊണ്ട് അവിടെ ഒരു ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ് നടക്കാത്തതുകൊണ്ട് തന്നെ മിക്കവാറും പേരൻസിനെ പോലെ തന്നെയാണ് കുട്ടികൾ ഉണ്ടാവുക. പക്ഷെ എന്നാലും എന്തുണ്ടാകും? DNA റെപ്ലിക്കേറ്റ് ചെയ്യുന്ന കുഞ്ഞ് എററിലോ ഒരു ചെറിയ വേരിയേഷൻസ് എന്തായാലും ഉണ്ടാകും അല്ലെ. സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആനിമൽസ് ആണെങ്കിൽ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു വേരിയേഷൻ ആണ് നമുക്ക് അവിടെ കാണുന്നത്. ഓക്കെ, സോ വേരിയേഷൻ എന്തിനാണ് നമുക്ക്? മെയിൻലി എന്തിനാണ് വേരിയേഷൻ? എവല്യൂഷൻ പേർപ്പസിനാണ് നമുക്ക് വേരിയേഷൻ ഉള്ളത് അല്ലേ. സോ നമ്മളുടെ ഈ ഓരോ മാറുന്ന എൻവയോൺമെന്റുമായിട്ട് നമ്മളുടെ ബോഡിക്ക് അഡാപ്റ്റ് ചെയ്യാൻ, നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വേരിയേഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക അല്ലെ. പിന്നെ എവല്യൂഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ഹെറിഡിറ്റിന്റെ ഒരു ബേസിസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ടൈപ്സ് ഓഫ് ട്രേറ്റ്സ് പറയുകയാണെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്. ഇൻഹെറിറ്റഡ് ട്രേറ്റ്സും അതേപോലെ തന്നെ നമുക്ക് അക്വയർഡ് ആയിട്ടുള്ള ട്രേറ്റ്സും ഉണ്ട് അല്ലെ. അപ്പൊ ഇൻഹെറിറ്റഡ് ട്രേറ്റ്സ് ആൻഡ് അക്വയർഡ് ട്രേറ്റ്സ് നോക്കുകയാണെങ്കിൽ അക്വയർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലൈഫ് സ്പാനിൽ നമുക്ക് കിട്ടുന്ന ട്രേറ്റ്സിനാണ് അക്വയർഡ് എന്ന് പറയുക. ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൻസിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തതിനെയാണ് അക്വയർഡ് ട്രേറ്റ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ട് നമുക്ക് ഇതിനകത്ത്. DNA എന്താണ് അല്ലേ? നമ്മളെ ജനറ്റിക് മെറ്റീരിയൽ ആണ് നമ്മളെ DNA എന്ന് പറയുന്നത്. ഇനി ക്രോമോസോം എന്ന് പറയുന്നത് നമ്മളെ സെല്ലിനകത്ത് എങ്ങനെയാണ് DNA കാണുക? ക്രൊമാറ്റിൻ റെറ്റിക്കുലമായിട്ടാണ് കാണുക അല്ലെ. അത് സെൽ ഡിവിഷന്റെ സമയത്ത് കണ്ടൻസ് ആവുന്ന ഫോമിനെയാണ് നമ്മൾ ക്രോമോസോം എന്ന് പറയുക. ഈ ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DNA ഒരു ഫങ്ഷണൽ യൂണിറ്റിനെയാണ് നമ്മൾ ജീൻ എന്ന് വിളിക്കുക അല്ലെ. ഡിപ്ലോയിഡ് ആൻഡ് ഹാപ്ലോയിഡ്, അതേപോലെ അലീൽസ്, ഡോമിനന്റ് അലീൽ, റെസസീവ് അലീൽ, ഇങ്ങനെ കുറേ പേരുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാവുന്ന ഒന്നാണ് ഡോമിനന്റ് അലീലും അതേപോലെ റെസസീവ് അലീലും. ഓക്കെ, അപ്പൊ ഡോമിനന്റ് അലീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അലീൽസ് വരുന്ന സമയത്ത് ഓക്കെ, ഒരു ജീനിന്റെ 2 ഡിഫറെന്റ് ഫോംസ് ആണ് അലീൽസ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഹൈറ്റിന്റെ ഉണ്ടെങ്കിൽ, ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ട്രേറ്റ് ഉണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പെറ്റേണൽ കോപ്പിയും വന്നിട്ടുണ്ടാകും, അമ്മയുടെ അടുത്ത് മെറ്റേണൽ കോപ്പിയും വന്നിട്ടുണ്ടാകും. അപ്പൊ 2 അലീൽ ഒരേ ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ജീനിന്റെ 2 ഫോംസ് ഓരോരുത്തർക്കും ഉണ്ടാവും അല്ലെ. അപ്പൊ ആ 2 ഫോംസിനാണ് നമ്മൾ അലീൽ എന്ന് പറയുന്നത്. അപ്പൊ ഈ അലീൽസിൽ ഏതാണോ സ്ട്രോങ്ങർ വൺ, ഓക്കെ, ആ ഒരു ഒറ്റ ഒന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രേറ്റേ കാണിക്കുള്ളൂ അല്ലെ. അതാണ് ഡോമിനന്റ് അലീൽ. റെസസീവ് അലീൽ എന്ന് പറഞ്ഞാൽ 2 കോപ്പിയും എന്തായിരിക്കണം? ആ അലീലായിരിക്കണം. എന്നാൽ മാത്രമേ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. പാവം അല്ലെ. റെസസീവ് അലീൽ ഇസ് ദ വീക്കർ വൺ ഫ്രം ദ 2 അലീൽസ്. ഇനി എന്താണ് ജീനോടൈപ്പ്, എന്താണ് ഫീനോടൈപ്പ്? ഇപ്പൊ നമ്മൾ ഒരാൾ ടോൾ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? അത് ഫീനോടൈപ്പ് ആണ്. പുറത്തേക്ക് കാണുന്നത് എന്താണോ അതാണ് ഫീനോടൈപ്പ്. പക്ഷെ അതിന്റെ ജീൻ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ഹെറ്ററോസൈഗസ് ആയിരിക്കും. ഓക്കെ, ക്യാപിറ്റൽ T സ്മോൾ t ആയിരിക്കും.
അപ്പോൾ അതാണ് അതിൻ്റെ ജീനോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ജീനോടൈപ്പ് ഇസ് എ ജനറ്റിക് കമ്പോസിഷൻ ഓഫ് എ പെർട്ടിക്കുലർ ട്രേറ്റ്. ഫീനോടൈപ്പ് ഇസ് എ ഫിസിക്കൽ എക്സ്പ്രഷൻ ഓഫ് എ പെർട്ടിക്കുലർ ട്രേറ്റ്. അപ്പോൾ നമ്മൾ മെൻഡലിലെ എക്സ്പെരിമെന്റ്സിലേക്ക് പോവുകയാണെങ്കിൽ വാട്ട് ആർ ദ റീസൺസ് ദാറ്റ് ഹി ചൂസ് ദ പീ പ്ലാന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയാണ് പറയേണ്ടത്. ഓക്കെ, സോ എ എന്ന് പറയുന്ന ഒന്നെന്താണ്, അതിന് ഷോർട്ട് ലൈഫ് സൈക്കിൾ, അപ്പോൾ കുറേ ജനറേഷൻ നമുക്ക് വിത്തിൻ എ ഷോർട്ട് ടൈം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഒരു ആനുവൽ പ്ലാന്റ് അല്ലേ, ഒരു കൊല്ലത്തിൽ തന്നെ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ സാപ്ലിങ്സിനെ കിട്ടും. ദെൻ സി എന്ന് പറയുമ്പോൾ എന്താണ്, ചോയ്സ് ഓഫ് ക്രോസ് ഓർ സെൽഫ് പോളിനേഷൻ. നമുക്ക് ഒന്നെങ്കിൽ സെൽഫ് പോളിനേഷൻ ചെയ്യാം അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ ചെയ്യാം, കാരണം അതെന്താണ്, അതൊരു ബൈസെക്ഷൽ പ്ലാന്റ് ആണ്. ദെൻ 7 pairs ഓഫ് അലീൽ ക്യാരക്ടേഴ്സ്, നമുക്ക് പല രീതിയിൽ സീഡ് കളർ ആയിക്കോട്ടെ, സീഡ് ഷേപ്പ് ആയിക്കോട്ടെ, ഹൈറ്റ് ആയിക്കോട്ടെ, അങ്ങനെ കുറേ 7 pairs ഓഫ് അലീൽ ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടി. അപ്പോൾ ഒരുപാട് എക്സ്പെരിമെന്റ്സ് ചെയ്യാൻ പറ്റി. ലാർജ് നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സിനും കിട്ടും. കുറച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കാത്തു നിൽക്കണ്ടേ, കുറേ എണ്ണം കിട്ടുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എന്താണ്, ഈസിയാണ്. ഇനി മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ഒറ്റ ട്രേറ്റിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഹൈറ്റ് ആണെങ്കിൽ ഹൈറ്റ്, ഒറ്റ ട്രേറ്റ്, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ അങ്ങനെയുള്ളതിനെ 1 ക്യാരക്ടർ സ്റ്റഡീനെയാണ് നമ്മൾ മോണോ ഹൈബ്രിഡ് എന്ന് പറയാം. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫീനോടൈപ്പ് റേഷ്യോ എത്ര വരിക, 3:1 വരിക, 3 tall and 1 ഡ്വാർഫ്. ജീനോടൈപ്പ് പറയുകയാണെങ്കിൽ 1 പ്യോർ ടോൾ ആയിരിക്കും, അതായത് ക്യാപിറ്റൽ ടി, 2 ഹൈബ്രിഡ് ടോൾ ആയിരിക്കും, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി, ദെൻ 1 പ്യോർ ഡോർഫ്. ഓക്കെ, ഡ്വാർഫ്, 2 സ്മോൾ ടി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളെ ക്രോസ് വരിക. ഈ ഒരു ക്രോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ്. ഇവിടെ നമ്മൾ 2 ക്യാരക്ടേഴ്സ് അറ്റ് എ ടൈം പഠിക്കും. സോ ഇവിടെ എടുത്തിരിക്കുന്നത് സീഡിന്റെ ഷേപ്പും സീഡിന്റെ കളറുമാണ്. അതാണ് റൗണ്ട് യെല്ലോ ആൻഡ് റിങ്കിൾഡ് ഗ്രീൻ എന്ന് പറഞ്ഞത് 2 ക്യാരക്ടേഴ്സ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീനോടൈപ്പിക് റേഷ്യോ വരെ 9:3:3:1 എന്നാണ്. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ലാസ്റ്റത്തെ ടോപ്പിക്കാണ് സെക്സ് ഡിറ്റർമിനേഷൻ. ഓക്കെ, അപ്പോൾ സെക്സ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹ്യൂമൻസിൽ ഇത് സെക്സിനെ ഡിറ്റർമൈൻ ചെയ്യുക, മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് ചെയ്യുന്നത് നമ്മളുടെ ജീനാണ്. ജനറ്റിക്കലി നമ്മൾ എങ്ങനെയാണ്, നമ്മൾ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് ക്രോമോസോംസ് ആണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. എന്നാൽ എല്ലാ ആനിമൽസിനും എങ്ങനെയല്ല, ആ ഒരു രീതിക്കല്ല നടക്കുന്നത്. പല ആനിമൽസിനും പല രീതിക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ കേസിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്പേമിൽ നിന്ന് വരുന്നത് ഏതാണോ അതിനനുസരിച്ചാണ് എന്ത്, നമ്മുടെ കുട്ടിയുടെ സെക്സ് ഇരിക്കുന്നത്. ഓക്കെ, സോ സ്പേമിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ചില സ്പേമിൽ എക്സ് ഉണ്ടാകും, 50% സ്പേമിൽ എന്തുണ്ടാകും, വൈ ഉണ്ടാകും. ഓക്കെ, റെഡി? പക്ഷെ ഓവത്തിൻ്റെ കേസിൽ ഏത് ഓവം എടുത്താലും എന്തേ ഉണ്ടാവുള്ളൂ, എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ നമ്മുടെ മെയിലിൽ നിന്ന് വരുന്ന സ്പേം, ആ ഒരു ഫ്യൂസ് ചെയ്യുന്ന സ്പേം എക്സ് ആണെന്നുണ്ടെങ്കിൽ കുട്ടി ഉണ്ടായാൽ എന്തായിരിക്കും, ഫീമെയിൽ ആയിരിക്കും. വൈ ആണെങ്കിൽ എന്തായിരിക്കും, XY എന്ന് പറയുമ്പോൾ ബോയ് ആയിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് എന്ത്, നമ്മളെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, റെഡി? ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു ഹെറിഡിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഒരു 10 മിനിറ്റിൽ പറയുകയാണെങ്കിൽ. ഓക്കെ, റെഡി? അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ അടിപൊളിയായിട്ട് പഠിക്കുക. CBSE ഈ ഒരു 10th വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അടിച്ചു പൊളിച്ച് എക്സാം എഴുതുമെന്നുള്ള കോൺഫിഡൻസോടുകൂടി പോവുക. സോ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഓരോന്നിനും, സയൻസ് ആയിക്കോട്ടെ ബാക്കിയുള്ള സബ്ജക്റ്റ് ആയിക്കോട്ടെ, നിങ്ങളിലേക്ക് ഇങ്ങനെ ഓരോ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് എത്തും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. സോ നിങ്ങൾ സയൻസ് എക്സാമിന് എത്ര മാർക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ, ഓൾ ദി ബെസ്റ്റ്.